ഇന്ന് ഉത്രാടമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഉത്രാട ആശംസയൊക്കെ പറഞ്ഞിട്ട് വേണ്ടേ നമുക്ക് തുടങ്ങാം? ഉത്രാടാശംസ അല്ല, തിരുവോണാശംസ പറയാം. ഓണം ഒരിക്കൽ കൂടി വരികയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയ ദുരന്തമൊക്കെ വയനാട്ടിൽ നടന്നു. അതെ, അത് അവിടെ അങ്ങനെ നടക്കുന്നു. ആ ദുഃഖം നമുക്കുണ്ട്. എന്നാൽ പോലും ഓണം എന്ന് പറയുന്നത് മലയാളികളെല്ലാം ഒരുമിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരാഘോഷമാണ്. അതെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മഹാബലി, വാമനൻ, ഇതൊക്കെ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പൂക്കളം ഇടുന്നു. അപ്പോൾ നമ്മളെ എക്കാലത്തും സഹായിച്ച് നമ്മൾക്ക് പിന്തുണ നൽകി നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർക്ക് സുഖവും സമ്പന്നവും സമൃദ്ധവുമായ ഒരു ഓണാശംസ നേരാതെ നമ്മൾ ഇന്ന് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, ഞങ്ങളുടെ കൂടെ നിന്ന, ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഒരു വർഷക്കാലം എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ, നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഓണ ആശംസയൊക്കെ നേർന്നുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞത് ഇപ്പം മാധ്യമങ്ങളിൽ പത്രങ്ങളിലൊന്നും വരാത്ത കർണാടകയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓണക്കാലത്ത് ആദ്യം തന്നെ പ്രേക്ഷകരുമായിട്ട് അതൊന്ന് ചർച്ച ചെയ്താലോ? അതെ, ഓണത്തിന് ഒരുപാട് ആളുകൾ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ മലയാളികളായ ഒരുപാട് പേര് കർണാടകയിൽ താമസിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അവർ പലരും തിരിച്ചു വന്നപ്പോൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന ചില ആളുകൾ പറഞ്ഞു, മാണ്ഡ്യ ജില്ലയിൽ വലിയൊരു സംഘർഷം നടക്കുന്നുണ്ട്. അത് നമ്മുടെ പത്രങ്ങളൊന്നും പറയുന്നില്ല, ABC-യും പറയുന്നില്ല. നമ്മളത് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാവിറ്റി സത്യം പറഞ്ഞാൽ നമുക്കും മനസ്സിലായില്ല. മാണ്ഡ്യ ജില്ലയിലെ നാഗമംഗല എന്ന് പറയുന്ന ഒരു വില്ലേജ്, അവിടെ കടുത്ത സംഘർഷമാണ്. കടുത്ത സംഘർഷം എന്ന് പറഞ്ഞാൽ അവിടെ ഇതുവരെ 10 FIR ഇട്ട് 56 പേരെ അറസ്റ്റ് ചെയ്തു, 94 പേരെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ പോലീസ് അധികാരികളെ സ്ഥലം മാറ്റി, 25ഓളം കടകൾ, നിരവധി വാഹനങ്ങളൊക്കെ തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു. നമ്മൾ വിചാരിച്ച പോലല്ല, ഒരുപാട് വലിയ സംഘർഷമാണ്. പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങൾ അവിടെ ഫ്ലാഗ് മാർച്ച് നടത്തി. ഇന്നലെയൊക്കെ ആയിട്ട് നടന്ന സംഭവങ്ങൾ, ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട്. എന്താ സംഭവം എന്നറിയാമോ? ഇല്ല. അതാണ് ഏറ്റവും സങ്കടകരം. അവിടെ നിന്നൊരു ചിത്രം വന്നിട്ട് എനിക്കൊരാൾ അയച്ചു തന്നു. ആ ചിത്രം കണ്ട് എനിക്ക് സങ്കടം വന്നു. കാരണം രാജ്യത്തെമ്പാടുമുള്ള ഹിന്ദുക്കൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവതാ സങ്കല്പമാണ് ഗണപതി, അല്ലേ? അതെ. നമ്മളെല്ലാം ഗണപതി ഭഗവാൻ വെച്ച് എല്ലാ വിഘ്നങ്ങളും മാറ്റി വിഘ്നേശ്വരനെ ധ്യാനിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഗണപതിക്ക് വെച്ചിട്ടാണ്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഗണപതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒട്ടുക്ക് ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ആഘോഷങ്ങൾ, തീർത്ഥയാത്ര, ആഘോഷങ്ങളുടെ അവസാനം ഗണപതി വിസർജൻ എന്ന് പറഞ്ഞ് ഇത് വെള്ളത്തിലൊഴുക്കുന്ന ചടങ്ങൊക്കെ നടക്കും. കർണാടകയിലും ഇത് നടന്നു. കർണാടകയിലെ മാണ്ഡ്യ എന്ന് പറയുന്ന ജില്ലയിലെ നാഗമംഗല വില്ലേജിൽ ഒരു ഗണപതി ഘോഷയാത്ര നടന്നു. പക്ഷേ ആ ഘോഷയാത്ര ആരംഭിച്ച് ഒരുപാട് ചെറുപ്പക്കാരും ഒക്കെ പങ്കെടുത്ത് ഘോഷയാത്ര പോകുമ്പോൾ ഘോഷയാത്ര തടയപ്പെട്ടത് അവിടെ ബാദ്രി കൊപ്പളു എന്ന് പറഞ്ഞൊരു മോസ്ക് ഉണ്ട്. അപ്പോൾ ഈ പ്രൊസഷൻ ഘോഷയാത്ര മുന്നോട്ട് പോയി ഈ മോസ്കിൻ്റെ മുന്നിലുള്ള റോഡ് ക്രോസ് ചെയ്യണം. മോസ്കിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആളുകൾ വന്ന് ഘോഷയാത്ര തടഞ്ഞു. ആ ഘോഷയാത്രയിൽ പങ്കെടുത്ത സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും പ്രായം ചെന്നവരും ഉൾപ്പെടെ ആളുകളെ അതിഭീകരമായി കല്ലെറിഞ്ഞു. അവസാനം ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിന് കല്ലേറ് കൊള്ളുന്നായപ്പോൾ പോലീസ് ഓടി വന്ന് ഈ ഗണപതിയുടെ വിഗ്രഹം എടുത്തുകൊണ്ട് ഓടിയിട്ട് അത് കൊണ്ടുപോയി ഒരു പോലീസ് വാനിൽ എടുത്തു വെച്ചു. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ വൈറലായി. അതായത് പോലീസ് വാനിൽ തടവിൽ കഴിയുന്ന ഗണപതി ഭഗവാൻ. കൊണ്ട് രക്ഷപ്പെടുത്തേണ്ട ദൈവത്തെ എന്നല്ല, വർഷത്തിൽ ഒരിക്കൽ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ നടത്തുന്ന അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരാഘോഷം, അവരുടെ വിശ്വാസപരമായ ഒരു ഘോഷയാത്ര പോവുകയാണ്. അതിനെ ഒരു വിഭാഗം ആളുകൾ വന്ന് തടയുക. അത് ഞങ്ങളുടെ പള്ളി ഇവിടെ ഉള്ളതുകൊണ്ട് ഈ റോഡിലൂടെ, പള്ളിമുറ്റത്തൂടെയല്ല, പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ റോഡ് ക്രോസ് ചെയ്യണം ഈ ഗണപതി വിഗ്രഹം ഒഴുക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ. അതിലേ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 150ഓളം ആളുകൾ വന്ന് തടയുന്നു. അവരൊക്കെ വരുന്നത് ഈ പറഞ്ഞതുപോലെ ബാദ്രി കൊപ്പളു എന്ന് പറയുന്ന സ്ഥലത്തെ മസ്ജിദിൽ നിന്നാണ്. അവർ വന്ന് തടയുന്നു, ആക്രമിക്കുന്നു. അവസാനം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗണേശൻ്റെ വിഗ്രഹം ഇവർ തകർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താണ്? ഒരുപക്ഷെ കർണാടകയാകെ കത്തുന്ന സ്ഥിതി വലിയ സംഘർഷമായി. കർണാടകയിൽ ഇപ്പോഴും ഭൂരിപക്ഷം ജനവിഭാഗങ്ങൾക്ക് തന്നെയാണ്, ഹിന്ദുക്കൾക്ക് തന്നെയാണ്. അപ്പോൾ അവരെ ഒന്നും മാനിക്കാതെ, ആ വിശ്വാസങ്ങളെ ഒന്നും മാനിക്കാതെ ഗണേശ പൂജ, ഗണേശനുമായി ബന്ധപ്പെട്ട ഒരു ഘോഷയാത്ര, ഭഗവാന്റെ വിഗ്രഹവുമായുള്ള ഘോഷയാത്ര കാഫറുകൾ ഇതിനെ നടത്തരുത് എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ വിളിച്ച് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ എന്നവരെ വിളിക്കാവുന്നിരിക്കാം മതിയാണ്. കാരണം ഇങ്ങനെ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളും ഈ വിചാരത്തിൽ കഴിയുന്നവരൊന്നും ആണെന്ന് കരുതുന്നില്ല. സമാധാനം വേണം, മറ്റുള്ളവരുടെ വിശ്വാസമൊക്കെ നടക്കട്ടെ
എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ നടക്കില്ല എന്ന് പറയുന്നു. ഇത് ബംഗ്ലാദേശിലല്ല, നമ്മൾ ബംഗ്ലാദേശിലാണ് ഇത് കേൾക്കുന്നത് അല്ലേ? ഹിന്ദുക്കളുടെ ആഘോഷമൊന്നും വേണ്ട. അവിടെ ഇപ്പം ദുർഗാപൂജ നടക്കാൻ പോവുകയാണ്. ദുർഗാപൂജയുടെ സമയത്ത് നമാസിൻ്റെ സമയത്ത് നിങ്ങൾ ഘോഷയാത്ര നടത്താൻ പാടില്ല, പൂജ നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പുതിയ ബംഗ്ലാദേശിലെ പുതിയ ജമായത്തെ ഇസ്ലാമിൻ്റെ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ പറ്റില്ല, ഹിന്ദുക്കളുടെ ആഘോഷം പറ്റില്ല. ഇതെവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്നും ഇന്ത്യയിൽ 80% ഹിന്ദുക്കളാണ്. കർണാടകയിലും മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. ആ സ്ഥലത്ത് ഗണപതിയുടെ ഘോഷയാത്ര, വിഗ്രഹഘോഷയാത്ര നടത്താൻ പറ്റില്ല, ഗണേശ ചതുർത്ഥി ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളിത് വെറുതെ അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇത് ആളുകൾ കള്ളം പറയുകയാണെന്ന് പറയരുത്. 10 FIR ഉണ്ട്, 56 പേരെ അറസ്റ്റ് ചെയ്തു, 94 പേരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം മുസ്ലിങ്ങളാണ്. എന്നിട്ട് ആ കലാപം വ്യാപിച്ച് ഹിന്ദുക്കളുടെ കടകൾ കത്തിക്കുന്നു, ഈ ഘോഷയാത്രയുടെ ഭാഗമായുണ്ടായിരുന്ന കാറുകളും ബൈക്കുകളും കത്തിക്കുന്നു. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി 10-75 വർഷമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണെന്ന് കരുതി ഹിന്ദുക്കൾ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. പക്ഷേ ഒരു സംശയവുമില്ല, ഇവിടെ ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കാൻ അനുവാദമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിലാണ്. പക്ഷേ ഇത്രയും വലിയ അക്രമം, അതായത് ആ ചിത്രമുണ്ട്, നിങ്ങൾ കാണണം. വിശ്വാസികളായ എല്ലാവർക്കും സങ്കടം വരും. ഗണപതി ഭഗവാന്റെ വിഗ്രഹവും എടുത്തുകൊണ്ട് പോലീസുകാർ പോകുന്നതും, അത് ഒരു പോലീസ് വാനിൽ അതിൻ്റെ അഴിക്കുള്ളിൽ ഗണപതി ഭഗവാൻ സീറ്റിലിരിക്കുന്ന ചിത്രവും കൂടെ കാണണം. ഇതെന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇതിവിടെ മാത്രമല്ല, സൂറത്തിൽ കൊച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ഗണപതി ഘോഷയാത്രക്കേറെ ആക്രമണം ഉണ്ടായി, കല്ലേറിൽ വിഗ്രഹം തകർന്നു. എന്നിട്ട് അവിടെ ഒരു അമ്പലത്തിൽ, നിങ്ങൾ ആലോചിക്കണം, ഇതൊന്നും നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലില്ല, അമ്പലത്തിൽ ഇസ്ലാമിക കൊടി ഉയർത്തി. അമ്പലത്തിൽ കൊടി ഉയർത്തി. അത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തെ ഹിന്ദു ക്ഷേത്രമാണ്. അവിടെ പോയി ഒരു അമ്പലത്തിൽ കൊടി ഉയർത്തി, ഈ കുച്ച് എന്ന് പറയുന്ന സ്ഥലത്ത്. അതുമാത്രം വഡോദര, ബൗറുച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഗണേശ ഘോഷയാത്ര. ഇപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ ഗുജറാത്തിലാണെന്ന് പറയും. ഗുജറാത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ തീവ്രവാദികളുടെ കേന്ദ്രം എന്നൊക്കെയാണ് ഇവിടെയൊക്കെ പറയുന്നത്. അവിടെ പോലും ഗണപതി ഘോഷയാത്ര നടത്താൻ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു ആഘോഷം നടത്താൻ പറ്റുന്നില്ല. ഇത് കുറേ കാലമായി വരിക. രാമനവമി ഘോഷയാത്ര ആക്രമിക്കപ്പെടുന്നു, ദുർഗാപൂജ ആക്രമിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, പൂന, മഹാരാഷ്ട്രയിലെ പൂനെയിൽ നാസിക് ദോള് മുഴക്കിയിട്ടുള്ള ഘോഷയാത്ര പാടില്ല, ശബ്ദ മലിനീകരണം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അവിടുത്തെ ചില മുസ്ലിം സംഘടനകൾ കേസ് കൊടുക്കുന്നു. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഉത്തരവിറക്കുന്നു. അവസാനം സുപ്രീം കോടതിയിൽ DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് നേരിട്ടിടപെട്ട് ആ ഉത്തരവ് സ്റ്റേ ചെയ്ത് ഘോഷയാത്ര നടത്താൻ അനുവാദം കൊടുക്കുന്നു. അപ്പം നമ്മൾ ആലോചിക്കൂ, ഇന്ത്യ, നമ്മളിപ്പോൾ പറയും ബംഗ്ലാദേശിൽ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കല്ല ഹിന്ദുക്കൾക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല, വിശ്വാസപരമായി ജീവിക്കാൻ ഹിന്ദു ജീവിത രീതി തുടരാൻ അനുവാദമില്ല, ക്ഷേത്രങ്ങൾ കത്തിക്കുന്നു, ഘോഷയാത്ര അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന നമ്മൾ അറിയണം, നമ്മുടെ രാജ്യത്തും ഇതാ സ്ഥിതി. ഇവിടെ ശരീഅത്തില്ല, ഇസ്ലാമിക ഭരണം വന്നിട്ടില്ല, എന്നിട്ടും ഇതാണ് സ്ഥിതി. അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഇവിടെ ഇസ്ലാമിക ഭരണം ഒന്ന് വന്നാൽ, അല്ലെങ്കിൽ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂരിപക്ഷം ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പം ഉണ്ടാകുന്നത്. നാളെ അത് കൂടുതലായിട്ട് വ്യാപിക്കും. ഇപ്പോഴേ അത് നിയന്ത്രിച്ചില്ലെങ്കിൽ അല്ലേ? ആര് നിയന്ത്രിക്കും എന്നുള്ളതാണ്. അത് വാർത്ത പോലും, ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഒരു ആഘോഷത്തിന് നേരെയുള്ള ആക്രമണം വാർത്ത പോലുമല്ല. നേരെ തിരിച്ചൊന്നാലോചിക്കും. കർണാടകയിലെ നാഗമംഗലം എന്ന് പറയുന്ന ഇതേ സ്ഥലത്ത്, മാണ്ഡ്യ ജില്ലയിലെ നാഗമംഗലത്ത് ഒരു നബിദിന ഘോഷയാത്ര നടക്കുന്നു. അതിനു നേരെ ഹിന്ദുക്കൾ കല്ലേറ് നടക്കുന്നു. കേരളത്തിൽ എന്തായിരിക്കും കൂടുതലടക്കം? കേരളം കത്തും. അവിടെ ഉള്ളതിനേക്കാൾ വലിയ പ്രക്ഷോഭം ഇവിടെ നടക്കും. പ്രതിഷേധം, ചർച്ചകൾ, 1-ാം പേജ് വാർത്ത, ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആളുകൾ വന്നു പറയും, രാവിലെ വന്നിട്ട് തിരുവോണാശംസയൊക്കെ നേർന്നിട്ട് നിങ്ങൾ 2 വിഷങ്ങൾ വന്നിട്ട് വർഗീയത വിളമ്പുകയാണെന്ന്. നമ്മൾ വർഗീയത ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ നാട്ടിൽ ഈ പറയുന്ന പ്രത്യേക എക്കോസിസ്റ്റത്തെ ഭയന്ന് ഈ നാട്ടിലെ പത്രങ്ങളും മാധ്യമങ്ങളും മുക്കി വെച്ചിരിക്കുന്ന വാർത്തയാണ് പറയുന്നത്. കാരണം തൊട്ടടുത്ത് നമ്മുടെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കർണാടകയ്ക്ക് പോകാൻ? എത്ര മലയാളികളുള്ള സ്ഥലമാണ് അവിടെ. ആർക്കും പരിശോധിക്കാം ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായോന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. അപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന വിശ്വാസധാര പിന്തുടരുന്ന ആളുകൾ വലിയ ഭീഷണിയിലാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. കർണാടകയിൽ ഇപ്പോൾ 2 വർഷമായില്ല സിദ്ധരാമയ്യയുടെ സർക്കാർ വന്നത്. കോൺഗ്രസ് സർക്കാർ വന്നതിന് ശേഷമാണ് ഈ ശക്തികൾ മുഴുവൻ എന്തും ചെയ്യാൻ തയ്യാറായി വരുന്നത്. ഒരു 4 മാസം മുമ്പ് അവിടെ ബാംഗ്ലൂർ നഗരത്തിൻ്റെ
ഔട്ട്സ്കേർട്ടിൽ ഒരു കടയിൽ ഹനുമാൻ ചാലീസ വെച്ചു എന്നതിൻ്റെ പേരിൽ ബോക്സിൽ പാട്ട് വെച്ചു എന്ന പേരിൽ ആ കട തകർത്ത് ആ യുവാവിനെ അതിഭീകരമായി മർദ്ദിച്ചു. നമ്മൾ ഹിജാബ് നിരോധനം ഹൈക്കോടതി വരെ ശരിവെച്ചതാണ്. കർണാടകയിലെ ഒരു മന്ത്രി ഇത്തവണ ഓഗസ്റ്റ് 15 ദേശീയ പതാക ഉയർത്തിയതും റിപ്പബ്ലിക് ദിനത്തിന് സല്യൂട്ട് സ്വീകരിച്ചതുമൊക്കെ കാറിൽ പറത്ത ബുർഖ ഇട്ടുകൊണ്ടായിരുന്നു. അതവരുടെ വിശ്വാസം എന്തുമാവട്ടെ അതൊക്കെ. പക്ഷേ അത് വിശ്വാസം മാത്രമൊന്നുമല്ല. നിങ്ങളുടെ BJP സർക്കാർ നിരോധിച്ചെങ്കിൽ ഞാനൊരു മന്ത്രിയായി ഈ വേഷത്തിൽ ദേശീയ പതാക ഉയർത്തും എന്നൊരു മെസ്സേജും കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കൊരു നല്ല ദിവസമാണ്. തിരുവോണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, ആശംസ നേർന്നു. തിരുവോണവും ഹിന്ദുക്കളുടെ ആണെന്നാണ് പറയുന്നത്. ഹിന്ദുക്കളുടെ ആഘോഷം ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഘോഷം തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി മുഴുവൻ മലയാളി ഏറ്റെടുത്തിരിക്കുന്നു. ഓണം ആഘോഷിക്കാൻ നമുക്കിനി എത്ര കാലം കഴിയും? ഇക്കണക്കിന് പോയാൽ പേടിക്കണം. ഓണം ആഘോഷിക്കാൻ പറ്റില്ല, മാവേലി വെക്കാൻ പാടില്ല, തൃക്കാക്കരയപ്പൻ്റെ രൂപം വയ്ക്കാൻ പാടില്ല. നമുക്കൊക്കെ ഈ നാട്ടിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയും ഒക്കെ ഇനി എത്ര കാലം നടത്താൻ പറ്റും എന്നാലോചിക്കണം. അപ്പോൾ വലിയ അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ SDP-ക്കും മുസ്ലിം വർഗീയവാദികൾക്കും എത്രമാത്രം കീഴ്പ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഫലമാണ്. അവിടെ നോക്കൂ, നമ്മൾ ഹനുമാൻ ജനിച്ച എന്ന് പറയുന്ന ഒരു ആഞ്ജനേയ ഹിൽസ് ഉണ്ട്. അവിടെ അലങ്കാര വിളക്ക് വെച്ചപ്പോൾ അതിനകത്ത് അമ്പിൻ്റെയും ഗദയുടെയും വില്ലിൻ്റെയൊക്കെ രൂപം ഉണ്ടായിരുന്നു പറഞ്ഞ് അത് SDP മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഭരണസമിതികളിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെ വെക്കാം എന്ന് നിയമം കൊണ്ടുവന്നു. എന്തിന്? ക്ഷേത്രങ്ങളുടെ വരുമാനത്തിന് നികുതി ഏർപ്പെടുത്തി. ക്ഷേത്രം ഭരിക്കുന്നത് സർക്കാരാണ്, അതിന് സർക്കാർ സ്ഥാപനത്തിന് സർക്കാർ തന്നെ നികുതി ഏർപ്പെടുത്തി. ഇങ്ങനെ ഹിന്ദുക്കളെ അതിഭീകരമായി ഉന്മൂലനം ചെയ്യാനുള്ള ഒരു പദ്ധതി ഒരുങ്ങുന്നുണ്ട്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മറ്റുള്ളവരുടെ ദയയിൽ കഴിയേണ്ടി വരുന്ന കാലത്തേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് കർണാടക. അതോടൊപ്പം എനിക്ക് വലിയ സങ്കടമുള്ളത്, ഗുജറാത്ത് BJP ആണ് ഭരിക്കുന്നത്. ഹിന്ദുത്വത്തിൻ്റെ പരീക്ഷണശാലയെന്നാണ് മറ്റുള്ളവർ ഗുജറാത്തിനെ ആക്ഷേപിക്കുന്നത്. ആ ഗുജറാത്തിലും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നാടിൻ്റെ പല ഭാഗത്തും ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെ, ഹിന്ദുമത വിശ്വാസികൾക്ക് നേരെ, അവരുടെ ആഘോഷങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണം പൂർവാധികം ശക്തിയോടെ തുടരുന്നു എന്നതിൻ്റെ നേരടയാളമാണ് ഈ പോലീസ് വണ്ടിയിൽ തടവിൽ കഴിയുന്ന ഭഗവാൻ വിഘ്നേശ്വരൻ്റെ ഈ ചിത്രം. ആ ചിത്രം നിങ്ങൾ ഒരിക്കൽ കൂടി കാണുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.